ജന്തർ മന്ദറിലെ CJP പ്രതിഷേധം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ഭീകരബന്ധമുള്ള സംഘത്തെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ചാര സംഘടനയായ ISIയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ സംഘം ജന്തർ മന്ദറിൽ എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? മോദി, ഗുഡ് മോർണിംഗ്. മോദി പറഞ്ഞതുപോലെ തന്നെ അതിനിർണായകമായ ഒരു കണ്ടെത്തലും അറസ്റ്റുമൊക്കെയാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചാബ് പോലീസ് ഒരു 9 അംഗ സംഘത്തിനെ, അതായത് പാക് ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള ഒരു 9 അംഗ സംഘത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തിരുന്നവരിൽ 5 പേർ പ്രായപൂർത്തിയായവരും 4 പേർ പ്രായപൂർത്തിയാകാത്തവരുമായിരുന്ന സംഘത്തിനായിരുന്നു പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചാബ് പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് അമൃത്സർ പോലീസ് കമ്മീഷണർ ഗുർപ്രീത് സിംഗ് ഭുള്ളർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലെ ഈ 9 അംഗ സംഘത്തിലെ 8 പേർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഈ CJP പ്രതിഷേധം നടത്തിരുന്ന സമയത്ത് എത്തുകയും അവിടെ പ്രതിഷേധം അലങ്കോലപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുമാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ISI ബന്ധമുള്ള ഒരാളുടെ സഹായം ഈ സംഘത്തിന് ലഭിച്ചിരുന്നതായും ഇപ്പോൾ പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പെട്രോൾ ബോംബ് എറിഞ്ഞ് അവിടെ ഭീതി സൃഷ്ടിച്ച്, അതായത് ജന്തർ മന്ദറിൽ ഭീതി സൃഷ്ടിച്ച് ഈ സമരം അലങ്കോലപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനായുള്ള ഈ പെട്രോൾ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവർക്ക് ലഭ്യമാക്കിയിരുന്നതായും ഈ പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ സംഭവം അല്ലെങ്കിൽ ഇവർ ലക്ഷ്യമിട്ട തരത്തിലുള്ള ഒരു അലങ്കോലപ്പെടുത്തൽ ജന്തർ മന്ദറിൽ ഉണ്ടായില്ല. തുടർന്ന് ഇവർ പഞ്ചാബിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അമൃത്സർ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വളരെ വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നുവെന്നും പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ സമരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്, അതുപോലെ തന്നെ അതിന്റെ പിന്നിലുള്ള ISIയുടെ താല്പര്യം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മോത്തി, ശരി.